അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലികൾ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മനസ്സിലാക്കി കാണുക, അറിയാത്തവർക്ക് പകർന്നു കൊടുക്കുക. ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി ഖുർആനിലുണ്ട്. നല്ല മനസ്സോടെ, പോസിറ്റീവ് ചിന്തയോടെ രോഗം മാറും എന്ന വിശ്വാസത്തോടെ ഖുർആനിക സൂറത്ത് ഉപയോഗപ്പെടുത്തുന്നവർക്ക് തീർച്ചയായും ഫലം കണ്ടിരിക്കും. ഉറപ്പ് 100%. ചില രോഗങ്ങൾക്കുള്ള ഖുർആനിക പ്രതിവിധികൾ പറയാം ഇൻഷാ അല്ലാഹ്. പലരും പുറത്തു പറയാൻ മടിക്കുന്ന രഹസ്യമായ ഒരു രോഗമാണ് അർശസ്. പലരും ഈ രോഗം കൊണ്ട് വേദനിച്ചു കഴിയുന്നവരുണ്ട്. ഖുർആൻ 87-ാമത്തെ സൂറത്ത്, സൂറത്തുൽ ആല അഥവാ സബ്ഹിസ്മ റബ്ബിക്കൽ ആല എന്ന സൂറത്ത് അധികമായി പാരായണം ചെയ്യുന്നവർക്ക് അർശസ് രോഗത്തിൽ നിന്നും ശമനം ലഭിക്കും. അതുപോലെ ഖുർആൻ 82-ാമത്തെ സൂറത്ത്, സൂറത്തുൽ ഇൻഫിത്തോർ അഥവാ ഇദസ്സമാഉ ഫത്തുറത് എന്ന സൂറത്ത് പതിവാക്കി ഓതുന്നവർക്കും അർശസ് രോഗം ശിഫയായി കിട്ടും. വിട്ടുമാറാത്ത പനി ശമിക്കാൻ ഒരു മാർഗം പറയാം. മേൽപ്പറഞ്ഞ സൂറത്ത്, സൂറത്തുൽ ഇൻഫിത്തോർ. ഈ സൂറത്ത് കുറച്ചധികം വെള്ളത്തിൽ ഓതി മന്ത്രിച്ചു കുളിച്ചാൽ പനി ശമിക്കും. കാഴ്ചക്കുറവ് പരിഹരിക്കാൻ പരിശുദ്ധ ഖുർആൻ 79-ാമത്തെ സൂറത്ത്, സൂറത്തുൻ നാസിആത്ത് അഥവാ വന്നാസിആത്തി ഗർഖ. ഈ സൂറത്ത് പാരായണം ചെയ്യൽ പതിവാക്കിയാൽ കാഴ്ചക്കുറവ് മാറിക്കിട്ടും. സ്വപ്നസ്ഖലനം, ദുസ്വപ്നം എന്നിവ പരിഹരിക്കാൻ ഒരു മാർഗം പറയാം. ഖുർആൻ 70-ാമത്തെ സൂറത്ത്, സൂറത്തുൽ മആരിജ് അഥവാ സഅല സാഇലും ബിഅദാബിൻ വാഖിഅ. ഈ സൂറത്ത് ഉറങ്ങുന്ന സമയം ഓതിയാൽ സ്വപ്നസ്ഖലനത്തിൽ നിന്നും ദുസ്വപ്നം കാണുന്നതിൽ നിന്നും അവന് സംരക്ഷണം ലഭിക്കും. കുട്ടികളുടെയും വലിയവരുടെയും ദേഹവേദനകൾ മാറാൻ ഈ കാര്യം ചെയ്യുക. ഖുർആൻ 69-ാമത്തെ സൂറത്ത്, സൂറത്തുൽ ഹാഖ അഥവാ അൽ ഹാഖതു മൽ ഹാഖ. ഈ സൂറത്ത് ഒലിവെണ്ണയിൽ മന്ത്രിച്ചു വേദനയുള്ള ഭാഗത്ത് പുരട്ടുക. ദേഹവേദനകൾ മാറിക്കിട്ടും ഇൻഷാ അല്ലാഹ്. വിട്ടുമാറാത്ത തലവേദന ശമിക്കാൻ ഒരു മാർഗം പറയാം. ഖുർആൻ 68-ാമത്തെ സൂറത്ത്, സൂറത്തുൽ ഖലം അഥവാ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഈ സൂറത്ത് പതിവായി ഓതിയാൽ വിട്ടുമാറാത്ത തലവേദന മാറും. നല്ല ഉറക്കം ലഭിക്കാൻ ഈ മാർഗം സ്വീകരിക്കുക. ഖുർആൻ 66-ാമത്തെ സൂറത്ത്, സൂറത്തു തഹ്രീം അഥവാ യാ അയ്യുഹൻ നബിയു എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് ഉറക്കക്കുറവുള്ളവർ പാരായണം ചെയ്തു കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങും. രോഗങ്ങൾ ശിഫയായി കിട്ടുകയും ചെയ്യും. അതുപോലെ 58-ാമത്തെ സൂറത്ത്, സൂറത്തുൽ മുജാദല അഥവാ ഖദ് സമിഅ അല്ലാഹു എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നിദ്രയില്ലാതെ വിഷമിക്കുന്നവർ പാരായണം ചെയ്താൽ പെട്ടെന്ന് അവർക്ക് ഉറക്കം ലഭിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ അറിവുകൾ എല്ലാവരും ജീവിതത്തിൽ പകർത്തുക. അസ്സലാമു അലൈക്കും.